ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ബുക്ക് റിവ്യൂ ആയിട്ടാണ് അബൌട്ട് എ സീരീസ് വിച്ച് ഇസ് എ ഗുഡ് ഗേൾ ഗൈഡ് ടു മർഡർ. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഹൈപ്പായ ഒരു സീരീസാണ്. സോ ഇതിൽ ഫസ്റ്റ് ബുക്ക് ഞാൻ വായിക്കുന്നത് ഐ തിങ്ക് ഒരു 2 years ബാക്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഇതിൽ മെയിൻ ക്യാരക്ടർ പിപ്പ ഞാൻ വിചാരിച്ചിരുന്നു ലൈക്ക് ഒരു വലിയ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്മച്യൂർ ആയിരിക്കും, ഭയങ്കര ചീസി ലൈൻസ് ആയിരിക്കും അതിലുള്ളതെന്നൊക്കെ. ബട്ട് നോ, കംപ്ലീറ്റ്ലി എന്നെ മൂവ് ചെയ്തു പിപ്പ. കാരണം പിപ്പ ആസ് എ ക്യാരക്ടർ വാസ് സോ ഗുഡ്. ഈവൻ ദോ യങ് ആണെങ്കിലും ഭയങ്കര മെച്ചുവേർഡാണ്. ഭയങ്കര അവളുടെ ആ ഒരു ക്യൂരിയോസിറ്റി, അവളുടെ ആ ഒരു ജെന്റിൽനെസ്, അവളുടെ കൈൻഡ്നെസ്, അതൊക്കെ ഭയങ്കരമായിട്ട് ബുക്കിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. എന്തിനും ജസ്റ്റിസ് കൊടുക്കണം എന്നുള്ള ആ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ അവളുടെ ഉള്ളിലുള്ള, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആസ് എ ക്യാരക്ടർ ഐ കുഡ് കണക്ട് വിത്ത് ഹർ. നെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ എ ഗുഡ് ഗേൾ ഗൈഡ് ടു മർഡർ. അതിൽ സ്റ്റോറി എന്ന് പറയുന്നത് മെയിൻ ക്യാരക്ടർ പിപ്പ സീനിയർ ഇയറിൽ അവൾക്കൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് അവളുടെ ആ ഒരു നാട്ടിൽ സംഭവിച്ച, അവളുടെ പ്ലേസിൽ സംഭവിച്ച ഒരു കേസ് എടുക്കുകയാണ് പ്രൊജക്റ്റായിട്ട്. സോ ആ കേസ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ബെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി മിസ്സിങ് ആവുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ സസ്പെക്റ്റ് ആയിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് സാൽ സിംഗിനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ സാൽ സിംഗ് സൂയിസൈഡ് ചെയ്യണം. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാം ആ ഒരു ബ്ലെയിം സാൽ സിംഗിലോട്ട് അങ്ങോട്ട് വരും. സോ ആ ഒരു കേസ് അങ്ങനെ ഒരു ഓപ്പൺ ആൻഡ് എൻഡ് കേസായി നിൽക്കുമ്പോഴാണ് ഇവള് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ഈ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. പിപ്പയ്ക്ക് ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്, ലൈക്ക് സാൽ സിംഗ് അങ്ങനെയാണോ? കാരണം പിപ്പയ്ക്ക് അടുത്തറിയുന്ന ഒരാളാണ് ഈ സാൽ സിംഗ്. അപ്പോൾ പിപ്പയ്ക്ക് അറിയാം ലൈക്ക് എന്തോ ഒരു ഫിഷിനെസ് ആ ഒരു കേസിലുണ്ട്. അതുകൊണ്ടാണ് അവൾ ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നത്. അവളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് ത്രെറ്റ്സും ഒരുപാട് വാർണിങ്ങും ഒക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ അവളുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഡേഞ്ചറിലാവുന്ന സിറ്റുവേഷൻസിലൊക്കെ ഇത് പോകുന്നുണ്ട്. ഭയങ്കര ത്രില്ലിംഗ് ആണ്, അതുപോലെ തന്നെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. നമുക്ക് പെട്ടെന്ന് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ടുണ്ടാവും. എൻഡിങ്ങിനെ പറ്റി പറയുന്നതാണ്. പ്ലോട്ട് ട്വിസ്റ്റ് വാസ് സോ ഗുഡ്. ലൈക്ക് ഭയങ്കര ക്രെഡിബിൾ പ്ലോട്ട് ട്വിസ്റ്റ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ക്രെഡിബിൾ ആയിരുന്നു. ലൈക്ക് നമുക്ക് ഒരിക്കലും വായിച്ചിട്ട് അയ്യോ ഇതെന്തിങ്ങനെ ആയത് തോന്നില്ല. ശരിക്കും അത് ആ ഒരു പ്ലോട്ടിനോട് കണക്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു പ്ലോട്ട് ട്വിസ്റ്റ്. ഇങ്ങനെ ആയിരിക്കണം ഒരു ത്രില്ലർ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു പ്ലോട്ട് ട്വിസ്റ്റുകളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പേഴ്സണലി. ഞാൻ ആ ബുക്ക് വായിച്ചപ്പോൾ തന്നെ വിചാരിച്ചത് സെക്കൻഡ് ബുക്കും തേർഡ് ബുക്കും എന്തായാലും വായിക്കണമെന്ന്. ഓഫ് കോഴ്സ് ബുക്കിന്റെ ഫോർമാറ്റ് അത് പറയണം. അവളുടെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിലാണ് ബുക്കിന്റെ ഫോർമാറ്റ്. അപ്പോൾ ബുക്കിന്റെ ഫോർമാറ്റിൽ ഒരുപാട് എന്താ പറയുക ചെറിയതായിട്ടുള്ള ക്ലൂസ്, അതുപോലെ എഴുതിയിട്ടുള്ളത്, പിന്നെ അങ്ങനെ ആ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ബുക്കിന്റെ ഫോർമാറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയിട്ട് തോന്നും വായിക്കുന്ന സമയത്ത്. ഐ റിയലി എൻജോയ് ദ ഫസ്റ്റ് ബുക്ക്. ഇറ്റ് വാസ് എ 4-star റീഡ്. സോ അതാണ് ഫസ്റ്റ് ബുക്കിന്റെ സ്റ്റോറി. ഇനി സെക്കൻഡ് ബുക്കൊക്കെ ഞാൻ ബ്രീഫായിട്ടേ പറയുന്നുള്ളൂ, കാരണം ഐ ഡോണ്ട് വോണ്ട് ടു സ്പോയിൽ ഫോർ യു ഗൈസ്. സോ സെക്കൻഡ് ബുക്ക് എന്ന് പറയുന്നത് ഗുഡ് ഗേൾ ബാഡ് ബ്ലഡ്. ഈ ഒരു ബുക്ക് എൻഡ് ചെയ്തു കൊടുത്തു തന്നെയാണ് ആ ഒരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിപ്പക്ക് ഭയങ്കര ഫെയിമും കിട്ടി, അതുപോലെ തന്നെ എനിമീസും ഉണ്ട്. കാരണം അവളുടെ ഫസ്റ്റ് കേസ് തെളിയിച്ച കാരണം ഇതൊക്കെ അവൾക്ക് നേടാൻ പറ്റി. ആൻഡ് ദെൻ അവളുടെ പോഡ്കാസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവള് ഭയങ്കരതായി നിൽക്കുമ്പോഴാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് കോണറിന്റെ ബ്രദർ ജെയ്മി മിസ്സിങ് ആവുന്നത്. സോ അവൾ വീണ്ടും പോലീസിന്റെ അടുത്ത് പറയുമ്പോൾ പോലീസിന്റെ ഒക്കെ പ്രത്യേകിച്ച് അങ്ങനെ സഹായങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ആൻഡ് ദെൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് കോണർ ഇങ്ങനെ ബെഗ് ചെയ്യുമ്പോൾ അവള് ആ കേസ് ഏറ്റെടുക്കുകയാണ്. ഈവൻ ദോ അവൾ ഫസ്റ്റത്തെ ആ ഒരു കേസ് തെളിയിക്കുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് ത്രെറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അവളുടെ സറൗണ്ടിങ്ങിലുള്ള അവളുടെ ഫാദറിനും മദറിനും ഒക്കെ ഡേഞ്ചറസിലാക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അവള് ശരിക്കും ഇനി ഇങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യില്ല, ഇനി ഒരു കേസ് ഇതുപോലെ ചെയ്യില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അവളുടെ ഫ്രണ്ട് എത്രയും ബെഗ് ചെയ്യുമ്പോൾ അവൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അവളുടെ ഉള്ളിൽ അവൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ആണ്. സോ അവള് ഓഫ് കോഴ്സ് ക്യൂരിയസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ജെയ്മി മിസ്സിങ് ആയതിൽ അവള് ഡിഗിൻ ചെയ്യാണ്. അതാണ് സെക്കൻഡ് ബുക്കിലെ സ്റ്റോറി വരുന്നത്. സോ നിങ്ങൾക്ക് ഓഡിയോ ബുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഓഡിയോ ബുക്ക് നന്നായിരിക്കും. കാരണം പോഡ്കാസ്റ്റ് എലമെന്റ് ഒക്കെ നമുക്ക് ഓഡിയോ ബുക്കിലാവുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. അതുപോലെ സെക്കൻഡ് ബുക്കിലെ പ്ലോട്ട് ട്വിസ്റ്റും ഭയങ്കര ക്രെഡിബിൾ പ്ലോട്ട് ട്വിസ്റ്റ് ആയിരുന്നു. സെക്കൻഡ് ബുക്കിലെ മിസ്റ്ററി എനിക്ക് അത്രയും ഫേവറേറ്റ് അല്ല ഫസ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ആവറേജ് ആയിരുന്നു. ഒരു 3.5 സ്റ്റാർ റീഡായിരുന്നു. പിന്നെ പിപ്പ ആസ് എ ക്യാരക്ടറിന് ഒരുപാട് എന്താ പറയുക ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട് സെക്കൻഡ് ബുക്കിൽ. ഓൾസോ സെക്കൻഡ് ബുക്ക് എൻഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇതിലാണ് എൻഡ് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് നമുക്ക് തേർഡ് ബുക്ക് എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ് സെക്കൻഡ് ബുക്ക് എൻഡ് ചെയ്യുന്നത്. ഇനി ദ തേർഡ് ബുക്ക് വിച്ച് ഇസ് ദ എൻഡിങ് ആസ് ഗുഡ് ആസ് ഡെഡ്. ഐ തിങ്ക് ഐ loved this book more than the other two. ഇതിലാണ് ശരിക്കും പിപ്പ ആസ് എ ക്യാരക്ടർ ഭയങ്കരമായിട്ട്
ഗ്രോത്തും ഡെപ്തും അവളുടെ ഡാർക്ക്നെസ് എല്ലാം നമ്മൾ കാണുന്ന ഈ ഒരു ബുക്കിലാണ്. പിപ്പയ്ക്കുള്ള ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അത് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ബുക്കിൽ വളരെ യങ് മെച്ചുവറായ ഒരു പിപ്പ, ഈ ബുക്കിൽ വായിക്കുമ്പോൾ ശരിക്കും ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ് പിപ്പനെ പറ്റിയിട്ട്. ഫസ്റ്റ് ബുക്ക് ഭയങ്കര ഒരു വാം കോസി ഫീലിംഗ് ആണ്, കുറച്ചൊക്കെ ലൈക്ക് അധികം ഡാർക്ക്നെസ് ഒന്നുമില്ല. ബട്ട് സെക്കൻഡ് ബുക്കിലാണ് ആ ഒരു ഡാർക്ക്നെസ്സിലോട്ട് ബുക്ക് തിരിയുന്നത്. തേർഡ് ബുക്ക് ഈസ് കംപ്ലീറ്റ്ലി ഡാർക്ക്. സോ ഈ ബുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ബാക്കി രണ്ടെണ്ണത്തിന് വെച്ച് നോക്കുമ്പോൾ. ഈ ബുക്കിൽ പിപ്പനെ ആരോ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. സോ അവൾക്ക് ഒരുപാട് ക്ലൂസ് ഉണ്ട്. ലൈക്ക് പീജിയാണ് കൊന്നിടുന്നത്, അവളുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് പീജിനെ കൊന്നിടുന്നതും പിന്നെ ചോക്കോണ്ട് വരച്ചിടുന്നതും പലതും ത്രെഡ്സ് പോലെ എഴുതിയിടുന്നതൊക്കെ അവൾക്ക് കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് അവളെ ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ ബാക്കിയുള്ളവരോട് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഒരു റാൻഡം മെസ്സേജ് ആയിട്ടേ തോന്നുള്ളൂ. കാരണം ആർക്കും ആവാം ആ ഒരു മെസ്സേജ്. ആ ഒരു ലെവലിലാണ് ഈ ഒരു സ്റ്റോക്കർ ചെയ്യുന്നത്. സോ ബട്ട് അവളുടെ ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റ് പറയുന്ന അവൾ ആരോ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ പോലീസിനായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ പോലീസ് വിൽ ബി ലൈക്ക് നോ, അവരത് തീരെ ഉൾക്കൊള്ളില്ല. അങ്ങനെ അവൾ തന്നെ ഇതിലേക്ക് എന്താ പറയുക, അവൾക്ക് ബെസ്റ്റായിട്ട് ചെയ്യാൻ അറിയുന്നത് എന്താ, അവളുടെ ഇൻവെസ്റ്റിഗേഷൻ ആണ്. സോ അവള് ആ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ചെയ്യുന്നത്, ലൈക്ക് ടു ഫൈൻഡ് ഹർ സ്റ്റോക്കർ. ഈ ഒരു സ്റ്റോക്കറിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഇതാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ലൈക്ക് ഒരു സീരിയൽ കില്ലർ ആണ് ഇവളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി പോകുന്നത്. ആൻഡ് ഇറ്റ്സ് സോ 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 ഡാർക്ക്. ബട്ട് എല്ലാം തന്നെ ഒരുവിധം കണക്റ്റഡ് ആണ്. ഫസ്റ്റ് ബുക്കും തേർഡ് ബുക്കും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. സെക്കൻഡ് ബുക്കാണ് കുറച്ചൊരു മിഡിൽ സിൻഡ്രം ആയിട്ട് നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയേണ്ട ക്യാരക്ടറാണ് രവി സാൽ സിംഗിന്റെ ബ്രദറാണ്. അപ്പോൾ രവിന്റെ ഹെൽപ്പോടുകൂടിയാണ് അവൾ ഫസ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത്. സെക്കൻഡ് ബുക്കിലാവുമ്പോൾ ശരിക്കും അവർ തമ്മിലുള്ള ആ ഒരു റൊമാൻസിന്റെ ഒരു നല്ല സ്റ്റേജിലോട്ട് പോവാണ്. തേർഡ് ബുക്കിൽ ലൈക്ക് ദേ ആർ ലൈക്ക് already committed. I really enjoyed the mystery part of the series rather than the romance. റൊമാൻസ് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്, പക്ഷെ റൊമാൻസ് വാസ് ഫൺ. ബട്ട് അതൊരു സൈഡിലാണ്. ബാക്കി മിസ്റ്ററി കാര്യങ്ങളിലാണ് എൻ്റെ ഫോക്കസ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിപ്പ രവി ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ത്രൂ ഔട്ട് ദ സീരീസ്. ആൻഡ് ഇത് മൂന്നും തന്നെ നമുക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ടും വായിക്കാം. ലൈക്ക് ഫസ്റ്റ് ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ആവുന്നതന്നെ യു ക്യാൻ ഡ്രോപ്പ് ദ സീരീസ്. സെക്കൻഡ് ബുക്ക് വായിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ബട്ട് ഇഫ് യു ആർ സ്റ്റിക്കിംഗ് ടു ഇറ്റ്, തേർഡ് ബുക്ക് വാസ് സോ ഫൺ. ലൈക്ക് ഒരു ഡാർക്ക്നെസ് രീതിയിൽ. ബട്ട് തേർഡ് ബുക്കിന് വേറെ കുറേ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. കാരണം ആസ് എ ക്യാരക്ടർ പിപ്പ ഒരു ഡിഫറെൻറ്റ് ടേൺ ആണ് എടുക്കുന്നത്. ആൻഡ് മേ ബി ചിലവർക്ക് അത് ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യാം. ബിക്കോസ് സ്പോയിൽ ചെയ്യുമ്പോഴേ ആ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറയുന്നതെന്ന്. ആ ഒരു സൈഡ് നോക്കുമ്പോൾ മേ ബി, ബട്ട് എനിക്ക് ആ ഒരു സൈഡ് ഇഷ്ടമായി. എനിക്ക് ആ ഒരു പിപ്പയുടെ ആ ഒരു സൈഡും എൻജോയബിൾ ആയിട്ട് ഫീൽ ചെയ്തു. സോ എനിക്കതൊരു പ്രശ്നമേ ആയിട്ടില്ല. ആൻഡ് ഐ തിങ്ക് ദ ഓതർ ഡിഡ് എ വെരി ഗുഡ് ജോബ്. ലൈക്ക് 3 ബുക്കും കംപ്ലീറ്റ്ലി ഒരു സ്റ്റാൻഡ് അലോൺ പോലെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റി. ക്രെഡിബിൾ പ്ലോട്ട് ട്വിസ്റ്റ് എല്ലാം തന്നെ. പിപ്പ ആസ് എ ക്യാരക്ടർ ആയിട്ടുള്ള ഗ്രോത്ത് 3 ബുക്കിലും ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവും. അതൊക്കെ എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. സോ ഐ റിയലി എൻജോയ് ദി സീരീസ്. ഇനി ഇതിനൊരു പ്രീക്വൽ ഉണ്ട്, കിൽ ജോയ് ഞാൻ വായിച്ചിട്ടില്ല. സോ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഐ റിയലി റെക്കമെൻഡ് ദിസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ച് ടീനേജ് കുട്ടികൾക്കാണ്. ആൻഡ് ദെൻ ഇഫ് യു ക്യാൻ ഹാൻഡിൽ കുറച്ച് ഡാർക്ക്നെസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ഷുഡ് റീഡ് സെക്കൻഡ് ബുക്ക് ആൻഡ് തേർഡ് ബുക്ക്. ഐ നോ സെക്കൻഡ് ബുക്ക് ക്യാൻ ബി എ ബിറ്റ് ഓൺ ദ ലോ സൈഡ്, ബട്ട് തേർഡ് ബുക്ക് ഇസ് സോ വർത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലീസ് സ്റ്റിക്ക് ടു ദ സീരീസ് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ഓവറോൾ സീരീസ് ഒരു 4.5 സ്റ്റാർ ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. സോ നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. Till then, bye bye and take care.